എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് കുക്ക് ബുക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഇലയപ്പമാണ്. അതായത് ഒരു 4 മണി പലഹാരമാണിത്. ഇതിന് കുമ്പിളപ്പം, ഇലയപ്പം എന്നൊക്കെ വിളിപ്പേരുണ്ട്. സാധാരണയായിട്ട് ഇത് ഉണ്ടാക്കുന്നത് വഴന ഇലയിലാണ്. അതേപോലെ വാഴയിലയിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇന്ന് ഞാനിവിടെ രണ്ടും ഉപയോഗിച്ചിട്ടുണ്ട്, വഴനയിലയും വാഴയിലയും. അപ്പോൾ വളരെ സോഫ്റ്റാണ്, വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു പലഹാരം കൂടിയാണ്. 1/2 കിലോ അരിപ്പൊടിയാണ് ഞാൻ ഇതിനു വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും, അതായത് 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. മധുരമുള്ള പലഹാരമല്ലേ, അതുകൊണ്ട് അതിനു വേണ്ടി ചെറുതായിട്ടൊരു ഉപ്പ് മതി. 3 ടീസ്പൂൺ ജീരകം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു തേങ്ങ ചിരകിയതാണ്. അപ്പോൾ അത്രയും ഇടാൻ ആവശ്യമില്ലാത്തവർ അരമുറി ഇട്ടാലും മതിയാകും. ഇനി 7-8 ഏലക്ക പൊടിച്ചതും 2 ടീസ്പൂൺ ചുക്കുപൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും. ചുക്കുപൊടി ചേർക്കുന്നതുകൊണ്ട് ഗ്യാസ് ഒന്നും ഉണ്ടാവുകയില്ല. ഞാനിവിടെ ചക്കയാണല്ലോ എടുത്തിരിക്കുന്നത്, അത് കാരണം. ഇപ്പോൾ ചക്ക വരട്ടിയത് 10 ടേബിൾ സ്പൂണാണ് ഞാനിതിലേക്ക് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ അതും കുറച്ചെടുക്കേണ്ടിയവർ അതിനനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വെള്ളമൊന്നും ചേർക്കാതെ ഞാനിത് കുഴച്ചെടുത്തേക്കുന്നത്. അതിൻ്റെ ഈർപ്പം തന്നെ ഉണ്ടായിരുന്നു. അതുമാത്രം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളം തളിച്ച് കൊടുത്തോളൂ. ഇത് വഴനയില ഞാൻ അരമണിക്കൂർ മുമ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുകയാണ്. കാരണം ഇത് ഫ്രിഡ്ജിലിരുന്നതാണ്. അപ്പോൾ ഇതുപോലെ കുമ്പിളുണ്ടാക്കിയാണ് ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുമ്പിൾ കുത്തുന്ന ഉടനെ അപ്പം തയ്യാറായി വരുമ്പോൾ ഈ ഷേപ്പിൽ ഇങ്ങനെ ഇരിക്കും. അത് കാരണം ഇതിനെ കുമ്പിളപ്പം എന്ന് വിളിക്കാറ്. കുമ്പിൾ കുത്തി ഇതിലേക്ക് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ബാലൻസ് അതിൻ്റെ തുമ്പ് നിൽക്കുമല്ലോ ഇലയുടെ, അത് മടക്കി ആ അപ്പത്തിൻ്റെ മേളിലോട്ട് വെക്കുന്നതാണ്. അവിടെ പറ്റിയിരുന്നോളും. അല്ലെങ്കിൽ ഒരു ഈർക്കൽ വെച്ച് കുത്തി കൊടുത്താലും മതിയാവും. പിന്നെ ഈ അപ്പം ഞാൻ ഉണ്ടാക്കിയേക്കുന്നത് ചക്ക ഉപയോഗിച്ചാണെന്ന് പറഞ്ഞല്ലോ. അതേപോലൊക്കെ ചക്ക വരട്ടിയതാണ്. പഴുത്ത ചക്കയാണെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് അരിഞ്ഞ് അത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുക. അല്ലെങ്കിൽ അങ്ങനെ തന്നെ വേണമെങ്കിലും കുക്കറിലിട്ടിട്ട് ആവശ്യത്തിനുള്ള ശർക്കരയും ചേർത്ത് ഒരു വിസിൽ അടിച്ചെടുക്കുക. അത് കഴിഞ്ഞ് അത് നമ്മളൊരു പാനിലാണെന്നുണ്ടെങ്കിൽ നെയ്യും കൂടി ചേർത്ത് പകുതി വരട്ടി വെച്ചതാണ്, തണുപ്പിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നു. ഞാനിവിടെ 2 രീതിയിൽ, 2 അല്ല 3 രീതിയിൽ അപ്പം ഉണ്ടാക്കുന്നുണ്ട്. ഇത് വഴനയില ഉപയോഗിച്ച് തന്നെ ഒന്ന് കുമ്പിൾ കുത്തി, പിന്നെ ഒരു വലിയ ഇല എടുത്തിട്ട് അതിൻ്റെ 2 സൈഡും തിരിച്ചും മറിച്ചുമായിട്ട് രണ്ടപ്പം ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഒരെണ്ണം ഞാൻ ഉണ്ടാക്കി കാണിച്ചത് ചെറിയ ഇലയാണെങ്കിൽ അതിൽ ഒറ്റ ലെയർ പരത്തിയിട്ട് ഇല കൊണ്ട് മടക്കി വെക്കുന്നത്. ഇവിടെ ഞാൻ ഇഡലിപ്പാത്രം വെച്ച് വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് തട്ടിടണം. അതിൻ്റെ മണ്ടയിൽ വേണം അപ്പം നിരത്തി വയ്ക്കാനായിട്ട്. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന അപ്പമെല്ലാം ഒരു ലെയർ അപ്പം നമ്മൾ ഇതിലേക്ക് അടുക്കി വെച്ച് കൊടുക്കാം. ഏകദേശം അരമണിക്കൂർ വേണ്ടി വരും ഇത് വെന്ത് വരാനായിട്ട്. അപ്പോൾ ഒത്തിരി നിറച്ച് വെച്ച് കൊടുത്താൽ ഒത്തിരി താമസിക്കും വേകാൻ. അതേപോലെ നടുഭാഗത്തിരിക്കുന്ന അപ്പമൊന്നും ശരിക്കും വെന്ത് കിട്ടത്തുമില്ല. അത് കാരണം നമ്മൾ കുറച്ച് ഒരു ലെയർ വെച്ച് കൊടുത്താൽ അത് പെട്ടെന്ന് അരമണിക്കൂർ നമുക്ക് റെഡിയായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാം ഞാൻ അടുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കണം. ഇനി ഒരു അരമണിക്കൂർ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ മതിയാവും. അപ്പോൾ ചക്ക വരട്ടിയത് ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞായിരുന്നല്ലോ, അത് തണുപ്പിച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. പകുതി ഭാഗമേ ഞാൻ വരട്ടിയിട്ടുള്ളൂ. ചക്ക വരട്ടിയതുപോലെ ഫുൾ വരട്ടിയെടുത്തിട്ടില്ല. അപ്പോൾ പിന്നെ ആവശ്യം എപ്പോഴെങ്കിലും ഉള്ളപ്പോൾ നമുക്ക് അതിനെ എടുത്ത് കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ച് വരട്ടിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് ഞാനൊരു വാഴയിലയിലും കൂടെ പരത്തി കാണിക്കുകയാണ്. വഴനയില കിട്ടാത്തവർക്ക് വാഴയിലയിലും പരത്തി ഈ അപ്പം തയ്യാറാക്കാവുന്നതാണ്. ഇപ്പോൾ വെന്തെല്ലാം റെഡിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ അപ്പം. നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പവും അതേപോലെ വളരെ സ്വാദിഷ്ടവുമാണ്. ഇപ്പോൾ ചക്ക ഇല്ലാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറുപഴം കിട്ടും, അത് നന്നായിട്ട് അരച്ച് അതിനോടൊപ്പം ഏത്തയ്ക്ക നല്ല പഴുത്തത് അരിഞ്ഞ് ചേർത്താൽ ഇതേപോലെ നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പക്ഷേ ചക്കയുടെ ഫ്ലേവർ ഉണ്ടാവത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതും വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ ലൈക്കും ചെയ്യണം. അതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് എന്നെ ഒന്ന് കമൻ്റ് അറിയിച്ചാൽ വളരെ ഉപകാരമായിരുന്നു. അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതേപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നും കരുതുന്നു. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണമാണ്, കൊടുക്കാൻ പറ്റിയ ഒരു ഭക്ഷണവും കൂടിയാണ്. ആവിയിൽ വേകുന്നതല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണുന്നതിന് വരെ നന്ദി.